ഏതായിരുന്നാലും കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്ത മിക്കവാറും അത് ഒഴിവായി കിട്ടും എന്ന് തന്നെയാണ്. അതിലുള്ള ശ്രമം തകൃതിയായി നടക്കുന്നുണ്ട്. അതിനു വേണ്ടി മഹാനായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് ശക്തമായി പ്രസ്ഥാനം ഒന്നിച്ചിടപെടുന്നു. ഇനി ബ്ലഡ് മണ്ണ് കൊടുക്കേണ്ടി വന്നാൽ അതെല്ലാവരും ഒത്തൊരുമിച്ച് ആ നിമിഷപ്രിയ നമ്മുടെ നാട്ടിൽ വന്ന് നമുക്കൊന്ന് ആസ്വദിക്കാൻ കഴിയണം, സന്തോഷിക്കാൻ കഴിയണം. ഈ ഗതി ലോകത്താർക്കും വരരുത് എന്നാണ് ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും ഞങ്ങളെല്ലാവരുടെയും ആഗ്രഹവും. അദ്ദേഹത്തിൻ്റെ വാപ്പ പണ്ട് കാലത്തെ ആ കുടുംബം അവിടുത്തെ ഭരണാധികാരികളുമായി അഭേദ്യമായ ബന്ധമുള്ള വ്യക്തിത്വമാണ്. ഞാൻ അവിടെ പല പ്രാവശ്യം അവിടെ എല്ലാ വർഷവും ഹിജരി വർഷം അനുസരിച്ച് അവസാനം അഥവാ ദുൽഹജ്ജ് 27, 28, 29, മുഹറം 1, 2 തീയതികൾ ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നും മഹാപണ്ഡിതന്മാർ മഹാനായ ശൈഖുന സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് വിനീതിനൊന്നിച്ച് ഏകദേശം ഒരു 30 വർഷം മുമ്പ് ഞങ്ങൾ അവിടെ ചെന്നിട്ടുണ്ട്. ആ ചെല്ലുമ്പോഴൊക്കെയും അവർ ലോകത്ത് നാനാ ദിക്കുകളിലും മറയപ്പെട്ട പണ്ഡിതനും പ്രമുഖരുമാണ്. അവർക്ക് ലോകതലത്തിൽ തന്നെ വലിയ സ്വാധീനവും ശക്തിയുമുള്ളവരാണ്. അവിടുത്തെ ഭരണകൂടവുമായി അവിടുത്തെ ജഡ്ജിമാരിൽ അതുപോലെ തന്നെ അവിടുത്തെ ഉന്നതലങ്ങളിൽ അവർക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. അവർ നിരന്തരം അതുമായി സംസാരിച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന വാർത്ത അനുസരിച്ച് മിക്കവാറും ഇത് ശരിയാകുമെന്ന് തന്നെയാണ്, ഒഴിവായി കിട്ടുമെന്ന് തന്നെയാണ്. എല്ലാ നിലക്കും എല്ലാവരും ഈ സൂഫി പാരമ്പര്യം എന്ന് പറഞ്ഞാൽ തന്നെ അവരിൽ ഭീകരവാദം, തീവ്രവാദം അതൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ ലോകത്തൊട്ടും ആദരിക്കപ്പെടുന്ന, അതിന് യൂറോപ്പ് രാജ്യങ്ങളിലാണെങ്കിലും US-ലാണെങ്കിലും എവിടെ ചെന്നാലും ലോകം ഒരു ആദരവോടെ ബഹുമാനത്തോടെ കാണുന്ന വ്യക്തിയാണ്. അവിടുത്തെ ഉന്നത ഭരണകൂടങ്ങൾ അവരുമായി വലിയ ബന്ധത്തിലും സ്നേഹത്തിലുമാണ്. ആയതുകൊണ്ട് അവർ നിരന്തരം ഈ വിഷയത്തിൽ സ്വാഭാവികമായും മനുഷ്യനറിയാമല്ലോ നടന്നെന്തെന്നുള്ളത്, അത് ഒരു വികാരം മനുഷ്യ സഹജമാണ്. പക്ഷെ അവരെ പറഞ്ഞ് ഒന്ന് സമാധാനിപ്പിക്കാൻ അല്പം ടൈം കിട്ടും. ഈ നീട്ടിവെക്കലൂടെ അത് കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. അതല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യം അതാണല്ലോ. ആ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുപോലുള്ള ഇടപെടലുകളാണ് ഏറ്റവും പ്രായോഗികമായ മാർഗങ്ങൾ. ഇനി അത് നാളെ നീട്ടിവെച്ചു എന്നുള്ളത് ഇനി അവരുമായി സംസാരിക്കാനും അത് കൂടുതൽ ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്യാനും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും കാര്യം എന്നുള്ള വലിയ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ കുടുംബത്തിൽ നിന്ന് അവരൊരു അഥവാ മാപ്പ് നൽകി ഞങ്ങൾ ആ വധശിക്ഷയില്ലാതെ ഞങ്ങൾ ബഡ്മണി കൊണ്ട് തൃപ്തിപ്പെട്ടു എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിഷ്പ്രയാസം ഇത് നടക്കാവുന്നതേ ഉള്ളൂ. നടക്കും, കോടതിയിൽ അറിയിക്കണം, ഉണ്ടാവും. അഥവാ ഞങ്ങളുടെ പ്രസ്ഥാനം മഹാനായ ശൈഖുന സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് നിരന്തരം ഇവിടെ നിന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനിയുള്ള ഓരോ നിമിഷവും ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ആഗ്രഹം, മഹാനായ കാന്തപുരം ഉസ്താദിൻ്റെ ആഗ്രഹം, എങ്ങനെങ്കിലും നിമിഷപ്രിയ വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് എത്തിച്ചേർന്ന് ആ കുടുംബത്തോടൊന്നിച്ച് സന്തോഷത്തോടുകൂടെ കഴിയാം. നമ്മുടെ ഒരു സഹോദരിക്ക് ഇങ്ങനെ വിഷമം വന്നാൽ നമ്മുടെയൊക്കെ വികാരവും വിഷമവും പ്രയാസവും എന്താണ്, അതേ രൂപത്തിലുള്ള ഒരു സഹോദരിയല്ലേ നിമിഷപ്രിയ എന്ന് പറയുന്ന. മനുഷ്യരാണ്, അബദ്ധം സംഭവിച്ചു, തെറ്റുകൾ സംഭവിച്ചു, ശരിയാണ്. എന്നിരുന്നാലും തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കുക എന്നാണല്ലോ ഇസ്ലാമിൻ്റെ തീരുമാനം. അപ്പം എന്തായിരുന്നാലും അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എല്ലാറ്റിലും ഇടപെടും. ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതൊക്കെ ഞങ്ങൾ നമ്മുടെ പ്രസ്ഥാനം മഹാനായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് ചെയ്യും. ഇപ്പോൾ സയ്യിദ് ഖലീൽ അൽ ബുഖാരി അദ്ദേഹം കാന്തപുരം നടത്തിയ ഇടപെടലുകൾ സംബന്ധിച്ച് വിശദീകരിക്കുകയായിരുന്നു. നാളെ നടപ്പാക്കാനിരുന്ന വധശിക്ഷ അത് മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. പക്ഷേ ഇടപെടൽ അവിടം കൊണ്ട് തീരുന്നില്ല, ഇനിയും തുടർ ചർച്ചകൾ ഉണ്ടായിരിക്കും. നിമിഷപ്രിയയെ നാട്ടിലേക്ക് മടക്കി കൊണ്ടുവരിക, ആ ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിനായുള്ള ചർച്ചകൾ തുടരും. കാന്തപുരത്തിന്റെ ആഗ്രഹവും അതാണ്. അതിനായുള്ള ഇടപെടലുകൾ ഇനിയും ഉണ്ടാകും എന്നുകൂടി അദ്ദേഹം ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ട്.